നമസ്കാരം. ഇന്നത്തെ വീഡിയോ ആപ്ലിക് വർക്ക് ബേസിക്സ് ട്യൂട്ടോറിയലാണ്. ഏറ്റവും സിമ്പിളായ ഡിസൈൻസാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരു ആപ്പിൾ വരച്ചിട്ടുണ്ട്, ഒരു മാങ്ങ വരച്ചിട്ടുണ്ട്, ഒരു സ്ട്രോബെറി. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും എളുപ്പത്തിലും ഭംഗിയായിട്ടും എങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 രീതിയിൽ ഇത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ആപ്ലിക് വർക്ക് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡിസൈനുണ്ട്, കാർബൺ പേപ്പർ, ഹൂപ്പ്. ഞാൻ ചെറിയ ഡിസൈൻ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. പെൻസില്, പിന്നെ ആപ്ലിക് വർക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അതിനുള്ള തുണി, ആപ്ലിക് വർക്ക് വെട്ടിയെടുക്കാൻ ആപ്ലിക് ചെയ്യാനുള്ള പീസസ്. ഞാനിവിടെ ഒരു ആപ്പിളും ഒരു മാങ്ങയും ഒരു സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ ലീഫിന് വേണ്ടിയിട്ടൊരു ഗ്രീന്, മാങ്ങയ്ക്ക് ഒരു ഓറഞ്ച്. യെല്ലോ ആയിരുന്നു വേണ്ടത്, എൻ്റെ കയ്യിൽ ഓറഞ്ച് തുണിയേ ഉള്ളൂ. അതുകൊണ്ട് ഓറഞ്ച്, റെഡ് കളറിലുള്ളൊരു ചെറിയ പീസ്, ഇത്രേ ആവശ്യമുള്ളൂ. ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് അധികം തുണിയുടെ ആവശ്യമില്ല. ഇനി ഈ ഡിസൈനുകളെല്ലാം നമ്മൾ മെയിൻ പീസിൽ ട്രേസ് ചെയ്യണം. അതിനു മുമ്പ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ക്ലോത്തും അയൺ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ പീസസും നന്നായിട്ട് അയൺ ചെയ്ത്, എല്ലാ പീസസും നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം. അതിനുശേഷം ഈ ക്ലോത്തിൽ ആദ്യം നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാം. ഈ പീസസ് എല്ലാം ഞാൻ നന്നായി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മെയിൻ പീസിൽ നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. ഇനി ഡിസൈൻ ട്രേസ് ചെയ്യാം. ഈ ഡിസൈൻ മുഴുവനും, ഈ മെയിൻ ക്ലോത്തിൽ ഈ ഡിസൈൻ മുഴുവനും നമുക്ക് ട്രേസ് ചെയ്യണം. ഡിസൈൻ തുണിയിലായിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെ ഇതിൽ കൂടെ, ഈ തുണിയിലും കൂടെ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിലോട്ട് വരും. ഇത് ചെയ്യുമ്പോൾ ആപ്പിൾ മാത്രം ട്രേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ലീഫ് വേറെ തുണിയിലാണ് ചെയ്യുന്നത്. ഡിസൈനൊക്കെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ആപ്പിള് റെഡ് കളറിൽ ചെയ്തിട്ടുണ്ട്. മാങ്ങ ഓറഞ്ച് കളറിൽ ചെയ്തു. സ്ട്രോബെറി റെഡിൽ, ഇലകൾ ഗ്രീൻ കളറിലുള്ളത്. ഇനി നമുക്ക് ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഡിസൈനിൻ്റെ ബോർഡറിനോട് നിന്നും കുറച്ച് വിട്ടിട്ടാണ് ഞാൻ വെട്ടുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ ബോർഡറിലൂടെ തന്നെ വെട്ടും. ഞാനിങ്ങനെ കുറച്ച് വിട്ടാണ് വെട്ടുന്നത്. ഇത് കുറച്ചുകൂടെ സൗകര്യമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക, അത് എളുപ്പമായിരിക്കും. ഒത്തിരി ദൂരേക്ക് മാറ്റിയിട്ടല്ല, ബോർഡറിനോട് ചേർന്ന്. വെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ഡിസൈൻസും വെട്ടിയെടുക്കണം. വെട്ടിയെടുത്ത ഡിസൈൻ എല്ലാം വരച്ച ഡിസൈനിൻ്റെ മുകളിൽ വെച്ചു. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനു മുമ്പ് കുറച്ച് മെഷീൻ സെറ്റിങ്സ് ഉണ്ട്, നോക്കാം. പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഫീഡ് ഡോഗ് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റിച്ച് സിഗ്സാഗാണ്. സ്റ്റിച്ച് വിട്ട് മാക്സിമത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം.
സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത് നോർമലിൽ സെലക്ട് ചെയ്യണം. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് സെലക്ട് ചെയ്യുന്നു അത് തന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടെൻഷനും അതുപോലെ തന്നെ. സാധാരണ സ്റ്റിച്ചെന്ന് ഞാൻ പറഞ്ഞത് ഓർഡിനറി സ്റ്റിച്ചിങ് നടത്തുമ്പോൾ എന്താണ് സെലക്ട് ചെയ്യുന്നത് അത് മാത്രം സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആദ്യത്തെ മെത്തേഡ് നോക്കാം. അത് ഡിസൈൻ വെച്ച് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ആദ്യത്തെ മെത്തേഡ്. ഇപ്പം നമുക്ക് സ്റ്റെം തയ്ക്കാം. കട്ട് ചെയ്തെടുത്ത ഡിസൈൻ വരച്ച ഡിസൈനിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് അത് തെന്നിപ്പോകാതെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസൈൻ തെന്നിപ്പോകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഡിസൈനിങ്ങിന് മുകളിൽ വെച്ച് റണ്ണിങ് സ്റ്റിച്ചിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാം. വരച്ചിരിക്കുന്ന ബോർഡറിൻ്റെ മുകളിലൂടെ നമ്മൾ ഡിസൈൻ കറക്റ്റായിട്ട് വെച്ച് ബോർഡറിന് മുകളിലൂടെ റണ്ണിങ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം സിഗ്സാഗ് ഉപയോഗിച്ച് തയ്ച്ചുറപ്പിക്കാം. ഇനി സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ തയ്ച്ചുറപ്പിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം നമുക്ക് നല്ല ഗ്രിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. ഡിസൈൻ തെന്നി പോകാതെ ഇരിക്കും.
മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. നമുക്ക് ഡിസൈൻ ഇങ്ങനെ സൂചിയും നൂലും ഉപയോഗിച്ച് നൂലോടിച്ച് ഡിസൈൻ ഉറപ്പിക്കാം. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ ഉറപ്പിച്ചതുപോലെ ഇത് കൈകൊണ്ട് നമ്മൾ തയ്ച്ചുറപ്പിക്കണം. മെഷീനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുകളിലൂടെ സിക്സാക് സ്റ്റിച്ച് ഉപയോഗിച്ച് എംബ്രോയിഡറി ഫിനിഷ് ചെയ്യാം. ഇനി സിക്സാക് സ്റ്റിച്ചിൽ ഡിസൈൻ തയ്ച്ചുറപ്പിക്കാം. നമ്മൾ കൈകൊണ്ട് നൂലോടിച്ചിരിക്കുന്നത് കൊണ്ട് ഡിസൈൻ തെന്നിപ്പോകാതെ ഇരിക്കും, തയ്ക്കുന്ന എളുപ്പമായിരിക്കും. മെഷീനിൽ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്ത് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്.
നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം, ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.